വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വചനത്തിൽ പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന്. അതെ, മോനിപ്പള്ളിക്കാരുടെ ചിരകാല അഭിലാഷമായിരുന്നു ഈ പ്രദേശത്ത് ഒരു ആതുരാലയം വേണമെന്നുള്ളത്. തങ്ങളുടെ ഈ ആഗ്രഹം ഇടവക സന്ദർശനത്തിനായി വന്നിരുന്ന കോട്ടയം രൂപതാ മെത്രാൻ അഭിമന്യ തറയിൽ തിരുമേനിയോട് അറിയിക്കുകയും പിതാവ് അതിനുള്ള അനുവാദം നൽകുകയും ചെയ്തു. ഒപ്പം അതിനു വേണ്ട സ്ഥലം കണ്ടെത്തുവാൻ അവരോട് ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം ഈ ഇടവകക്കാരനും നാട്ടുകാരനുമായിരുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ഊരാളിലച്ചൻ്റെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചു. പിന്നീട് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ സ്റ്റീഫനച്ചനുണ്ടായ ആകസ്മികമായ മരണം തങ്ങളുടെ ഈ അഭിലാഷത്തെ ഒന്ന് തകർത്ത് കളഞ്ഞു. എന്നാൽ 1962 ബഹുമാനപ്പെട്ട പീറ്റർ ഊരാളിലച്ചൻ ഈ തിരുഹൃദയ ദേവാലയത്തിൽ വികാരിയായി വരികയും തൻ്റെ പിതാമഹൻ്റെ ജീവിതാഭിലാഷം പൂർത്തീകരിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹമുണ്ടാവുകയും ചെയ്തു. അതേ തുടർന്ന് പീറ്ററച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളോട് ചേർന്ന് ആതുരാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ തങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പണവും സാമ്പത്തികമായും മറ്റുള്ള എല്ലാ പണികളും എല്ലാം ഈ ഇടവക ജനത്തോട് ചേർത്ത് രൂപപ്പെടുത്തിയെടുത്തതാണ് MUM ഹോസ്പിറ്റൽ. 1964 ഏപ്രിൽ മാസം 4-ാം തീയതി അഭിമന്യ തറയിൽ തിരുമേനി MUM ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ആരംഭദിശയിൽ ഹോസ്പിറ്റലിൽ സേവനം ചെയ്തിരുന്നത് ബെഥനി സിസ്റ്റേഴ്സ് ആയിരുന്നു. 1970 കോട്ടയം രൂപതാ മെത്രാൻ ആവശ്യപ്പെട്ടതിന് പ്രകാരം രൂപതാ കോൺഗ്രിഗേഷനായിരുന്ന സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനോട് ഇവിടെ സേവനം ചെയ്യുവാൻ ആവശ്യപ്പെടുകയും SJC സിസ്റ്റേഴ്സ് അന്നു മുതൽ ഈ ആതുരാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്തു വരികയും ചെയ്യുന്നു. ഈ ഹോസ്പിറ്റൽ ഒരു ക്ലിനിക്കായി മാത്രം നിന്നാൽ പോരാ, ഇത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഉയർന്നു വരണമെന്നുള്ള അഭിമന്യ കുന്നശ്ശേരിൽ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം 1998 സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കുകയും ആ വർഷം തന്നെ MUM ഹോസ്പിറ്റൽ ട്രസ്റ്റ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റായി മോൺസിഞ്ഞൂർ ഊരാളിൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിനെ ഉയർത്തുകയും ചെയ്തു. പിന്നീട് സെൻറ്റ് ജോസഫ്സ് ബ്ലോക്ക് എന്ന പേരിൽ പുതിയ ഈ കെട്ടിടം ആരംഭിക്കുകയും 100 കിടക്കുകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെ ഈ ഹോസ്പിറ്റലിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. മോട്ടോയിൽ ഊന്നി നിന്നുകൊണ്ട് വി കെയർ ഗോഡ് ക്യൂയേഴ്സ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് വളരെ നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെക്കുവാൻ ഞങ്ങൾക്കിന്ന് സാധിക്കുന്നു. ഈ ആതുരാലയത്തിൻ്റെ മാനേജ്മെൻറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ എല്ലാ ജീവനക്കാരും ഇന്നുവരെ ഈ ആതുരാലയത്തിൽ സേവനം ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിക്കും ഇതിൻ്റെ വളർച്ചയിൽ ഒരു വലിയ ഭാഗഭാഗിത്വമുണ്ട്. അവരെ ഓരോരുത്തരെയും ഞാൻ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. 60ൻ്റെ നിറവിലായിരിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ ആതുരാലയം ഉയർന്നു വരുവാനും ഇവിടേക്ക് അനേകായിരങ്ങൾക്ക് കടന്നു വരത്തക്ക രീതിയിൽ സംലഭ്യമാകുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. വർഷത്തെ നീണ്ട സൗഖ്യദായകമായ ശുശ്രൂഷയിൽ MUM ഹോസ്പിറ്റൽ യാത്ര ചെയ്യുമ്പോൾ ഈ വർഷങ്ങളിൽ ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്.
ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ആതുര ശുശ്രൂഷാർത്ഥം സ്ഥാപിതമായ സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ ആതുര ശുശ്രൂഷ രംഗമാണ് 60 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന MEM ഹോസ്പിറ്റൽ. ഈ 60 വർഷക്കാലവും ഈ പ്രദേശത്തിനും ഇവിടെ വന്ന എല്ലാവർക്കും ആത്മീകവും ശാരീരികവും മാനസികവുമായ ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ സ്നേഹത്താലും സന്തോഷത്താലും ജീവനാലും ജ്വലിപ്പിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. 18 വർഷം പ്രായമായ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലൂടെ അനേകായിരം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ ഈ ആതുരാലയത്തിന് സാധിച്ചു എന്നതിൽ ഞങ്ങൾ സന്തോഷം കൊള്ളുന്നു. 60 വർഷം പിന്നിടുമ്പോൾ ഈ ആതുരാലയത്തിലൂടെ ലോകത്തിന് ദൈവത്തിൻ്റെ സൗഖ്യദായകമായ ശുശ്രൂഷ എത്രമാത്രം സ്നേഹത്തോടെയും നിസ്വാർത്ഥമായും പ്രദാനം ചെയ്യുവാൻ സാധിക്കും എന്ന് ദൃശ്യമാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ 60 വർഷങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ആതുരാലയത്തിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും പ്രാർത്ഥനയിലൂടെയും മറ്റ് സഹായങ്ങളിലൂടെയും ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ സിസ്റ്റർ ഡോക്ടർ ധന്യ. കഴിഞ്ഞ 24 വർഷമായി ഇവിടെ പീഡിയാട്രീഷ്യനായിട്ടും ഇപ്പോൾ മെഡിക്കൽ സൂപ്രണ്ടായിട്ടും ജോലി ചെയ്യുന്നു. ഈ ഹോസ്പിറ്റലിൻ്റെ ബാല്യകാല അരിഷ്ടതകളിൽ ഭാഗവാക്കാകുവാൻ സാധിച്ചതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. 1964 ഈ മോനിപ്പള്ളി പ്രദേശത്തിൻ്റെ ഏക ആശ്രയമായിട്ട് ഒരു സിംഗിൾ ഡോക്ടറിൻ്റെ സേവനത്തോടുകൂടി തുടക്കം കുറിച്ച മോൺസിഞ്ഞോർ ഊരാളിൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ അതിൻ്റെ 60 വർഷം പിന്നിടുമ്പോൾ 17 സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും ഇന്ന് ഈ ഹോസ്പിറ്റലിൽ സേവനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ 17 സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ 7 ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും 24 മണിക്കൂറും സേവനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മോനിപ്പള്ളി പ്രദേശത്തിനും അയൽ പ്രദേശങ്ങൾക്കും ഒരു ആശ്വാസമായി അത്താണിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോൺസിഞ്ഞോർ ഊരാളിൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇനിയും ഉയരങ്ങളിലേക്ക് കുതിച്ചുയരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ദീപ്തി തോമസ്, ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ക്വാളിറ്റി. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന MEM ഹോസ്പിറ്റലിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. NABH അക്രഡിറ്റഡായ നമ്മുടെ ഈ ഹോസ്പിറ്റൽ ക്വാളിറ്റി പേഷ്യൻ്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. വരും വർഷങ്ങളിലും ക്വാളിറ്റി പേഷ്യൻ്റ് കെയർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും. സിസ്റ്റർ ജാനറ്റ്, അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റർ, MEM ഹോസ്പിറ്റൽ. മോനപ്പള്ളി പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചികിത്സ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെ 1964 സ്ഥാപിതമായിരിക്കുന്ന MEM ഹോസ്പിറ്റൽ ഇന്ന് 60 വർഷം പിന്നിട്ട് വജ്ര ജൂബിലിയുടെ നിറവിലെത്തിയിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ദീപ്തി. കഴിഞ്ഞ 3 വർഷക്കാലമായി MEM ഹോസ്പിറ്റലിൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ടൻ്റ് അനസ്തെറ്റിസ്റ്റായി ജോലി ചെയ്യുന്നു. പ്രധാനമായും നമുക്കിവിടെ ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ENT ആൻഡ് ജനറൽ സർജറി എന്നീ വിഭാഗങ്ങളിലുള്ള സർജറികളാണ് പ്രധാനമായും നടക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ സജ്ജമാക്കിയിട്ടുള്ളത്.
ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന MEM ഹോസ്പിറ്റലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിച്ചു നിൽക്കുവാനും വി കെയർ ഗോഡ് ക്യൂവേഴ്സ് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ച് കരുണാർത്ഥ സ്നേഹത്തിൻ്റെ സാക്ഷ്യപത്രമായി മുന്നേറുന്ന MEM ഹോസ്പിറ്റലിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് സാധിച്ചതിൽ ഞാൻ ഒത്തിരി ഏറെ അഭിമാനിക്കുന്നു. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഞാൻ ഡോക്ടർ ഡിമിൻ തോമസ്, MEM ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. നമ്മുടെ ഈ ആശുപത്രി ഉണ്ടായിട്ട് ഇപ്പോൾ 60ാം പിറന്നാളിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 60 വർഷത്തിനിടയ്ക്ക് ചെറിയ ആശുപത്രിയാണെങ്കിൽ പോലും ഈ നാട്ടിലുള്ളവർക്ക് വളരെ വലിയ ആശുപത്രികൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രം ചെയ്തു വരുന്ന വലിയ വലിയ സർജറികൾ പോലും നമ്മുടെ ഈ നാട്ടുകാർക്കായി ചെയ്യുവാൻ ഈ ആശുപത്രിയിൽ സൗകര്യം നമ്മുടെ സിസ്റ്റർമാരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രധാന ആക്ടിവിറ്റി സർജറിയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. സന്ധി തേയ്മാനം വന്ന മുട്ടുകൾക്ക് ഉള്ള ഒരു യഥാർത്ഥത്തിൽ എഫക്റ്റീവാണെന്ന് 100% തെളിയിച്ചിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സയാണ് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു 2 വർഷത്തോളമായി. ഇതിനോടകം ഒരു ഏകദേശം ഒരു 50 ആളുകൾക്ക് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുവാനും അങ്ങനെ ഒത്തിരി ആളുകളുടെ വേദന മാറ്റുവാനും ഇവിടെ സാധിച്ചിട്ടുണ്ട്. അതായത് വളരെ വലിയ ആശുപത്രികളിലെ പോകുന്ന അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കില്ല നമ്മുടെ ഇവിടെ വരിക. അങ്ങനെയുള്ളവർക്ക് ഫിനാൻഷ്യലി ഉൾപ്പെടെയുള്ള കൺസെഷൻസ് തരികയും അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരുക്കി തന്ന നമ്മുടെ സിസ്റ്റർമാരുടെ പിന്തുണ മൂലമാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചതും ഇത്രയധികം പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ സാധിച്ചത്. ഇതിനായി എല്ലാ സഹായങ്ങളും ചെയ്ത സിസ്റ്റർമാർക്കും മാനേജ്മെൻറ്റിനും എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഞാൻ സിസ്റ്റർ സുരഭി. 2017 മുതൽ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായി MEM ഹോസ്പിറ്റലിൽ സേവനം ചെയ്തു വരുന്നു. വളരെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. കൂട്ടായി പരിശ്രമിച്ചാൽ ഒന്നും അസാധ്യമല്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 60 വർഷത്തെ നമ്മുടെ സേവനം. മാനേജ്മെൻറ്റ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, പാരാമെഡിക്കൽസ് എല്ലാവരുമായുള്ള കൂട്ടായ പ്രവർത്തനം അസാധ്യമെന്ന് തോന്നുന്ന പലതിനെയും സാധ്യമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പുഞ്ചിരി മുഖമുദ്രയാക്കി അർപ്പണ മനോഭാവത്തോടെ കരുണ നിറഞ്ഞ സ്നേഹത്തോടെയാണ് ഇവിടുത്തെ നേഴ്സുമാർ രോഗികളെ പരിചരിക്കുന്നത്. ഈ ഹോസ്പിറ്റൽ ഇത്രയധികം മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്ന ചാലക ശക്തികളാണ് ഇവിടുത്തെ നേഴ്സസ്. ഞാനിവിടെ MEM ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സാണ്. MEM ഹോസ്പിറ്റലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നമുക്കറിയാം, എല്ലാ ഹോസ്പിറ്റലിൻ്റെയും മുഖമെന്ന് പറയുന്നത് അത്യാഹിത വിഭാഗം അല്ലെങ്കിൽ കാഷ്വാലിറ്റി എന്നതാണ്. MEM ഹോസ്പിറ്റലിൻ്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളായി കാഷ്വാലിറ്റി RMOയുടെ കീഴിൽ 24/7 പ്രവർത്തിച്ചു വരുന്നു. അതായത് ഒരു ദിവസം 24 മണിക്കൂറും നിങ്ങൾക്ക് കാഷ്വാലിറ്റിയുടെ സേവനം ലഭ്യമാണ്. അതുപോലെ തന്നെ ഏതൊരു സമയത്തും രോഗിയുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വിദഗ്ധരായ ഡോക്ടേഴ്സ്, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ എമർജൻസി ICU എന്നീ സേവനങ്ങൾ നിങ്ങൾക്ക് MEM ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ ലഭ്യമാണ്. ഞാനിവിടെ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഏകദേശം 20 വർഷമാകാറായി. അതിനോടിടയ്ക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമായിട്ട് പലരും വരാറുണ്ട്. കുട്ടികൾ അല്ലെങ്കിൽ മാരീഡ് ലൈഫിൽ പ്രശ്നങ്ങൾ, അല്ലാതെ ടെൻഷനായിട്ട് അല്ല ഉറക്കമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്കൊരു സൈക്കാട്രിസ്റ്റും കൂടി ഉണ്ട്. അപ്പം ചിലർക്ക് മെഡിസിൻ ആവശ്യമുള്ളവരാണ് അങ്ങോട്ടും എനിക്ക് അങ്ങോട്ട് വിടാനായിട്ട് സാധിക്കും, റെഫർ ചെയ്യും ഞാൻ. എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ എക്സ്റേ സിസ്റ്റമാണ് ഇവിടെയുള്ളത്. രോഗികൾക്കും സ്റ്റാഫിനും ആവശ്യമായ റേഡിയേഷൻ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന എല്ലാ നിയമങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ജോലി ചെയ്യാൻ അവസരം കിട്ടിയതിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നതോടൊപ്പം ഡയമണ്ട് ജൂബിലി നിറവിലായിരിക്കുന്ന
ഞങ്ങളുടെ ചങ്കും ചങ്കിടിപ്പുമായ MEM ഹോസ്പിറ്റലിന് ഏറെ സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു. ഞാൻ ഡോക്ടർ റിയ SJC MEM ഹോസ്പിറ്റലിലെ സീനിയർ ഡെൻ്റൽ സർജനാണ്. 2014 ഒക്ടോബർ മുതൽ ഡെൻ്റൽ വിഭാഗം ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചു വരുന്നു. ജീവിതത്തിൻ്റെ സായാഹ്ന നിമിഷങ്ങളിൽ സ്വയം പര്യാപ്തത നഷ്ടപ്പെട്ടവരും സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ വീർപ്പുമുട്ടുന്നവരുമായ മക്കൾക്ക് താങ്ങായി, തണലായി, സ്നേഹമായി കൂടെ നിന്ന് പ്രവർത്തിക്കാൻ MEM ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ 24 മണിക്കൂറും പ്രവർത്തനനിരതമായിരിക്കുന്നു. ഈ ഹോസ്പിറ്റലിൻ്റെ 60 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷവും നന്ദിയുമുണ്ട്. സാധാരണക്കാരന് താങ്ങാവുന്ന രീതിയിലുമുള്ള വില നിലവാരവും കൊണ്ട് 24 മണിക്കൂറും സേവനം അനുഷ്ഠിച്ചു വരുന്ന ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ സിസ്റ്റർ ഡീന 15 വർഷമായി MRD ഇൻചാർജായി ഇവിടെ സേവനം ചെയ്തു വരുന്നു. MRDയിൽ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തത് EMR സിസ്റ്റത്തിലൂടെയാണ്. MRD 24 മണിക്കൂർ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. നൂതന സാങ്കേതിക വിദ്യകളോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇമ്മ്യൂണോളജി, സെറോളജി ആൻഡ് ക്ലിനിക്കൽ പത്തോളജി എന്നീ 5 വിഭാഗങ്ങളിലായി ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻസ് ആണ് ഞങ്ങൾ ഉപയോഗിച്ച് വരുന്നത്. ഞങ്ങളുടെ ലബോറട്ടറി 24/7 ലഭ്യമാണ്. ജീവിതത്തിന് പ്രത്യാശയുടെ പുത്തൻ ഉണർവ് പകർന്ന് സ്നേഹ സൗഹൃദ ശുശ്രൂഷയുടെ കരുതൽ നൽകി ആധുനിക സൗകര്യങ്ങളോടുകൂടി 2 വർഷത്തോളമായി MEM ഹോസ്പിറ്റൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. ഈ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ നാടിനും നാട്ടുകാർക്കും കുറച്ച് സേവനങ്ങൾ കൂടി ചെയ്ത് ഇതിനെ സമ്പന്നമാക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി കുറച്ച് അധികം സോഷ്യൽ ആക്ടിവിറ്റീസ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഭവന പുനരുദ്ധാരണം, രോഗി സന്ദർശനം, ഹോം വിസിറ്റ്, മെഡിക്കൽ ക്യാമ്പുകൾ, സ്കൂൾ ഹെൽത്ത് ക്യാമ്പയിൻ, സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻസ്, സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സ്റ്റാഫ് ട്രെയിനിങ്, ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും കൂടാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി ഈ വർഷം ചെയ്യുക ചെയ്തു. അങ്ങനെ വിവിധങ്ങളായ സേവനങ്ങളിലൂടെ ഈ വർഷം ഈ ഡയമണ്ട് ജൂബിലി പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്ന് പറയുന്നതിൽ ഞാൻ വളരെയേറെ കൃതാർത്ഥയാണ്. ഈ ജൂബിലി വർഷത്തിൽ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇവിടെ ആയിരിക്കുന്ന ഓരോ സ്റ്റാഫിൻ്റെയും പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ പ്രദേശത്ത് ഈ ഹോസ്പിറ്റലിനെ ഉയർത്തി കാണിക്കുന്നതിൽ സഹായകമായിട്ടുള്ളത്. ഈ അവസരത്തിൽ ഈ 60ാം വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായി നൽകുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.